നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി അപരന്മാർ. ധർമ്മത്തെടുക്ക സ്വദേശി PM മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശി KA മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി കരുത്തുകാട്ടാൻ SDPI സ്ഥാനാർത്ഥിയും KM അഷ്റഫാണ് മുസ്ലിം ലീഗിലെ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി മത്സര രംഗത്തുള്ളത്. ഉദുമ മണ്ഡലം ഇത്തവണ വേദിയാകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്. ശക്തമായ പ്രചരണവുമായി LDF, UDF, BJP സ്ഥാനാർത്ഥികൾ. പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ്. ഒളിവിൽ പോയ പ്രതിയെ 4 വർഷത്തിനു ശേഷം ആദൂർ പോലീസ് പിടികൂടി. മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസ്. 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരത്ത് വൻ സ്പിരിറ്റ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 1200 ലിറ്റർ സ്പിരിറ്റുമായി 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി അപരന്മാർ. ധർമ്മത്തെടുക്ക സ്വദേശി PM മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശി KA മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തികച്ചും സൗഹാർദ്ദപരമായാണ് തങ്ങളുടെ മത്സരമെന്ന് അഷ്റഫുമാർ KCN ന്യൂസിനോട് പറഞ്ഞു. വോട്ടിന് പൊന്നിന്റെ വിലയുണ്ടെന്ന് തെളിയിക്കുന്ന പോരാട്ടങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നടന്നത്. 89 വോട്ടുകൾക്കാണ് നേരത്തെ K സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെട്ടത്. അപര സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണയിക്കാറുണ്ട്. ഇത്തവണയും ഈ മണ്ഡലത്തിൽ 2 അപര സ്ഥാനാർത്ഥികളുണ്ട്. അത് K സുരേന്ദ്രനല്ല, മറിച്ച് AKM അഷ്റഫിനാണ്. 2 അഷ്റഫുമാരാണ് ഇത്തവണ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മേൽപ്പറമ്പ് കീഴൂർ സ്വദേശിയായ AK അഷ്റഫും അതേപോലെ തന്നെ ധർമ്മത്തെടുക്ക സ്വദേശിയായ PA അഷ്റഫുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആദ്യം ധർമ്മത്തെടുക്കയിലെ PA അഷ്റഫിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത്തവണ ഈ ഒരു മത്സരത്തിനുള്ള കാരണം എന്താണ്? ഞാൻ സ്വന്തം തീരുമാനം എടുത്ത് സ്വന്തമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ സോഷ്യൽ വർക്കൊരു ചാരിറ്റി പ്രവർത്തകമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പല ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. നല്ല ചങ്ങായിപ്പാട് ക്ലബ്ബുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വന്തം സ്ഥാനത്ത് സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ, സ്വന്തം മത്സരിച്ച് മുന്നോട്ട് പോകാൻ. നിലവിലെ MLA ആയ AKM അഷ്റഫിന്റെ പേരിനോട് സാമ്യമുള്ള പേരാണ് താങ്കളുടേത്. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചിട്ടാണോ ഇങ്ങനെ? അല്ല, ആ രീതിയിൽ നമ്മൾ സ്വന്തം സ്ഥാനാർത്ഥി സ്വന്തം തീരുമാനം എടുത്തു. ഞാൻ ഇതിനു മുമ്പ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. 2020 പഞ്ചായത്തിൽ 1-ാം വാർഡ് മത്സരിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഒരു ജനങ്ങളോട് എന്താണ് പറയുന്നത്? ജനങ്ങളോട് നമ്മളെ നാടിനെ പറ്റി, വികസനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ, നമ്മുടെ കുടിവെള്ളത്തിന്റെ പദ്ധതി ഞാൻ ആദ്യം പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ അറിയാവുന്ന പ്രത്യേക പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ 2-ാം വാർഡിലൊക്കെ കുടിവെള്ളത്തിന്റെ ഭയങ്കര ക്ഷേമമാണ്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ? ജനങ്ങൾ വാഗ്ദാനങ്ങളുണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്ക് നല്ല നാട്ടിലേക്ക് ഉപകാരം കിട്ടുന്ന വ്യക്തികളെ വിജയിപ്പിച്ചുകൊണ്ടിട്ട് നാട്ടിലേക്ക് ജനങ്ങളോടൊപ്പം മുന്നോട്ട് നിന്ന് ജനങ്ങളോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും. കുറെ പദ്ധതികൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും പിന്നെ ഇപ്പൊ ഇവിടെ നേരത്തെ MLA ആയിരുന്ന ആൾ ഇവിടെ വികസനം നടത്തിയില്ല എന്നൊരു ആക്ഷേപം? എല്ലാ വികസനമുണ്ട്. എല്ലാ മൂലമുക്കിലും കുറച്ച് എല്ലാ വികസനങ്ങളും എത്തിയിട്ടുണ്ട്. ഏകദേശം എത്ര വോട്ടുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഇത്രയും മനസ്സിലായില്ല. ജനങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ജനങ്ങൾ തീരുമാനമല്ലേ ആർക്ക് വോട്ട് ഇടണം, ആര് നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വോട്ടിട്ട് വിജയിപ്പിക്കണം. എന്തായാലും ഈ ധർമ്മത്തെടുക്ക സ്വദേശിയായ PA മുഹമ്മദ് അഷ്റഫ് പറയുന്നത് തികച്ചും സൗഹാർദ്ദപരമായ മത്സരമാണ്. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്കാണ് വോട്ട് നൽകേണ്ടത് എന്ന കാര്യമാണ് PA അഷ്റഫ് വ്യക്തമാക്കുന്നത്. അടുത്തതായി മേൽപ്പറമ്പ് കീഴൂർ സ്വദേശിയായ AK അഷ്റഫാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇങ്ങനെ ഒരു മത്സരത്തിനുള്ള കാരണം? ഒന്നുമില്ല, മത്സരിക്കണം തോന്നി, മത്സരിച്ചു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു കീഴൂർ സ്വദേശിയാണല്ലോ, ഇപ്പൊ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള? മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു പൗരനെ ജില്ലയുടെ മത്സരിക്കാമല്ലോ. പിന്നെ മഞ്ചേശ്വരം മത്സരിക്കാന്നുള്ളത് പാചകത്തൊഴിലായിട്ട് മേഖലയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ കുറച്ച് ആളുമായിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് അവരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രധാനമായി ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്? എന്തെങ്കിലും അങ്ങനെ കുടിവെള്ള പദ്ധതിയും പിന്നെ ഇവിടെ മഞ്ചേശ്വരം ഒരു റെയിൽവേ പാലം, അതൊക്കെ ആണ് മെയിൻ വേണ്ടത്. എല്ലാം ജനങ്ങൾ ഇതുള്ളത്. നിലവിലിപ്പോ മണ്ഡലത്തിൽ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ വികസനം നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലൊരു ഇത് വരട്ടെ, പുതിയ ആൾക്കാരും ഇതായിട്ട് വരട്ടെ, MLA ആയിട്ട് വരട്ടെ എന്നുള്ള ഒരു ഇതുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തനങ്ങളായിരിക്കും? ഞാൻ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നാലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ.
അവസാനമായ ഒരു ചോദ്യം കൂടി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 89 വോട്ടുകൾക്കാണ് ഇവിടെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ വോട്ടുകളും ഈ നേരത്തെ പറഞ്ഞ പോലെ പൊന്നിന്റെ വിലയുള്ള വോട്ടുകളാണ് ഓരോന്നും. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മത്സരിക്കുമ്പോൾ അത് മറ്റുള്ള സ്ഥാനാർത്ഥികളെ ബാധിക്കുമോ എന്നൊരു ആശങ്ക? ഇല്ല, ഒരു ഭാഷയില്ല. ഞാനൊരു സൗഹൃദ മത്സരത്തിനാണ് ചെയ്യുന്നത്. സൗഹൃദമായിട്ട് മത്സരിക്കുന്നത് മാത്രം, അല്ലാതെ മറ്റുള്ള പാർട്ടികൾക്ക് ഒരു ഭീഷണിയായിട്ടൊന്നും ഇതായിട്ടൊന്നുമില്ല. സൗഹൃദമായിട്ട് എല്ലാവരുമായിട്ടും എല്ലാ ജനങ്ങളുമായിട്ടും സൗഹൃദമായിട്ട് പോകണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഉദ്ദേശം. എന്തായാലും കെ എ മുഹമ്മദ് അഷ്റഫും പറയുന്നത് തികച്ചും സൗഹാർദ്ദപരമായ ഒരു മത്സരത്തിനാണ് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാണ്. എന്തായാലും ഈ രണ്ട് അഷ്റഫുമാർ കൂടി മത്സരിക്കുന്നതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയത് ഈ മറ്റുള്ള പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന കാര്യം ഉറപ്പാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി കരുത്തുകാട്ടാൻ SDPI സ്ഥാനാർത്ഥിയും KM അഷ്റഫാണ് മുസ്ലിം ലീഗിലെ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി മത്സര രംഗത്തുള്ളത്. വലിയ വിജയപ്രതീക്ഷയാണ് മഞ്ചേശ്വരത്തുള്ളതെന്ന് KM അഷ്റഫ് KCN ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ കരുത്തു തെളിയിക്കുവാൻ SDPIയും അവരുടെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. KM അഷ്റഫാണ് SDPIയുടെ സ്ഥാനാർത്ഥി. KM അഷ്റഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ എങ്ങനെയാണ് SDPIയെ സംബന്ധിച്ച്? മഞ്ചേശ്വരം മണ്ഡലത്തിലെ SDPIയിലെ പിന്നെ ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. തീർച്ചയായും 2006-ൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്തെത്തിയതുപോലെ 2026-ൽ SDPI ആയിരിക്കും 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ പ്രാവശ്യം 2021-ൽ 1-ാം സ്ഥാനത്തുള്ള UDF 3-ാം സ്ഥാനത്തേക്കോ തള്ളപ്പെടാനാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. ഇപ്പൊ SDPIയും കൂടി രംഗത്ത് വന്നതോടുകൂടി അത് നമുക്ക് മാറ്റേണ്ടതായി വരുമോ? ത്രികോണ മത്സരം എന്ന് പറയുന്നത് SDPI, UDF, BJP, അതാണ് ത്രികോണ മത്സരം. നിങ്ങൾക്കത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ത്രികോണ മത്സരം എങ്ങനെയാണ് എന്ന്. എന്തായാലും നിങ്ങളുടെ പേര് KM അഷ്റഫ് എന്നതാണ്. അപ്പോൾ ഒരു അപര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇത് മാറുമോ എന്നൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അല്ല, എന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അത് അപര സ്ഥാനാർത്ഥി എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവര് ഉണ്ടാക്കുന്ന ഒരു വ്യാജമായ പ്രചരണമാണ്. ഞാൻ ഇന്നോ ഈ ഒരു ഇലക്ഷന് നിൽക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച ആളല്ല. മണ്ഡലത്തിൽ 10-25 വർഷമായി സജീവ സാന്നിധ്യമുള്ള ഒരാളാണ്. എന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കറിയാം. കോവിഡ് കാലത്തൊക്കെ ബോർഡർ അടിച്ച സമയത്ത് രാത്രിയും പകലും കൃത്യമായി ഇടപെടൽ നടത്തിയ ഒരാളാണ്. മഞ്ചേശ്വരത്തിന്റെ മണ്ഡലത്തിന്റെ എല്ലാ സമരങ്ങളിലും മുൻനിരയിലുണ്ടായ ഒരാളാണ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ച ആളല്ല. അപരനെന്ന് പറയുന്നവർക്ക് അതൊരു എന്റെ ജനന സർട്ടിഫിക്കറ്റോ എന്റെ ഏത് വേണമെങ്കിലും ഞാനത് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്റെ പേര് കൃത്യമായി അഷ്റഫ് KM എന്നാണ്. അതെന്റെ കുടുംബ പേരാണ്. ഇത് അല്ലാതെ ഞാൻ ഈ ഇലക്ഷന് വേണ്ടി ചെയ്തല്ല. അദ്ദേഹം അവർക്ക് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം. ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് ഒരു കാര്യമില്ലല്ലോ. 2021-ൽ ഇവിടുന്ന് BJP പ്രചരിപ്പിച്ച ഞങ്ങൾ UDF പണം വാങ്ങി അവരെ സഹായിക്കുന്നു. 2026-ലേക്ക് എത്തുമ്പോൾ UDF പറയുന്നു BJP-ന്റെ പണം വാങ്ങിന്ന. ഇതൊക്കെ അവര് രാഷ്ട്രീയപരമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന. അപ്പൊ ജനങ്ങള് അത് പുച്ഛത്തോടെ തള്ളിക്കഴിഞ്ഞു. ഇന്നലത്തെ ആ ഒരു നോമിനേഷന്റെ കാര്യം നിങ്ങൾ കണ്ടാലേ മനസ്സിലാക്കാം. ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒന്നാകെ ആവേശത്തിലാണ്, പ്രചരണത്തിലാണ്. നല്ല 1-ാം ഘട്ട പ്രചരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങൾ പ്രചരണത്തിൽ നല്ല മുന്നിലുണ്ട്. എന്തായാലും ഞങ്ങൾ വിജയം 100% ഉറപ്പാണ്. കുറച്ച് വൈകിയാണ് നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അല്ല സ്വാഭാവികമായി വന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണോ? അല്ല, ഞങ്ങള് മത്സരിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ ഇന്നൊന്നും അല്ല. ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് തന്നെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മത്സരരംഗത്തേക്ക് വന്നത്. അത് സ്റ്റേറ്റിന്റെ തീരുമാനമാണ് 2-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കാവുന്നത്. നമ്മൾ പക്ഷെ അതിനു മുമ്പ് തന്നെ സ്റ്റേറ്റ് മത്സരരംഗത്തേക്ക് ഇറങ്ങാനും പ്രവർത്തനത്തിൽ സജീവമാകാനും പ്രവർത്തകരോടും എന്നോടും അടക്കം നിർദ്ദേശിച്ചാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തനത്തിലായിരുന്നു. SDPIന്റെ ഒരു വികസന മുദ്രാവാക്യം എന്താണ്? അതുകൂടാതെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് SDPIയുടെ വികസന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരക്കാർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യമായ ഹോസ്പിറ്റൽ. ഒരു ചെറിയ പനി വന്നാൽ പോലും സ്വകാര്യ ആശുപത്രിയെ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്.
അത് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ റോഡുകൾ, മാലിന്യ മുക്തി, ഇതൊക്കെയും ഞങ്ങളുടെ വികസനത്തിലുള്ളതാണ്. അത് തീർച്ചയായും ഇനി വരുന്ന 5 കൊല്ലത്തിൽ വിദ്യാഭ്യാസത്തിന്, പിന്നെ ആരോഗ്യ മേഖലക്ക്, അതുപോലെ തന്നെ റോഡിന്റെ, അതുപോലെ തന്നെ മാലിന്യത്തിന് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിയമസഭാ സാമാജികനായി വന്നാൽ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കും. ഇത്തരം വികസനങ്ങളൊന്നും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതുവരെ നടന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. നടന്നില്ല, അത് യാഥാർത്ഥ്യമല്ലേ? ഇത് ജനങ്ങൾക്കൊക്കെയും അറിയാം. ജനങ്ങള് പിന്നെ കഴിഞ്ഞ സമയത്തൊക്കെയും ഞങ്ങളടക്കം അവിടെ BJP വരാതിരിക്കാൻ വേണ്ടി പിന്നെ അവരെ പിന്തുണച്ചു. പക്ഷെ ഇന്ന് ഞങ്ങൾ അവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ വിജയത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായും വിജയ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആവേശത്തോടെ ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളും പിന്നെ മത്സരത്തിൽ സജ്ജമായിട്ടിരിക്കുന്നത്. ഈ SDPIക്ക് വളരെയധികം വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് BJPയെ സഹായിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും SDPIയുടെ സ്ഥാനം. ഇല്ല, ഞാന് BJP അവിടെ ഒരിക്കലും വിജയിക്കില്ല. BJPക്ക് വിജയ സാധ്യതയില്ല. 5 വർഷം കഴിയുമ്പോൾ പിന്നെ മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മൾ കെ സുരേന്ദ്രനെ കാണുന്നുള്ളൂ. അല്ലാതെ കെ സുരേന്ദ്രൻ ആ മണ്ഡലക്കാരനല്ല. ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ BJPക്ക് ഒരു വിജയ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും SDPIയും കൂടി രംഗത്ത് വന്നതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. എന്തായാലും SDPIയുടെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ഉദുമ മണ്ഡലം ഇത്തവണ വേദിയാകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്. LDF, UDF, BJP സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചരണവുമായി മുന്നേറുമ്പോൾ ഉദുമ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുകയാണ്. LDF സ്ഥാനാർത്ഥിയായി CH കുഞ്ഞമ്പുവും UDF സ്ഥാനാർത്ഥിയായി K നീലകണ്ഠനും NDA സ്ഥാനാർത്ഥിയായി മനുലാൽ മേലത്തും ഏറ്റുമുട്ടുന്ന ഉദുമ മണ്ഡലത്തിൽ ഇത്തവണ പോരിന് പതിവിൽ കവിഞ്ഞ വീറും വാശിയുമുണ്ട്. 3 മുന്നണികളും ദേശീയ രാഷ്ട്രീയം, അഴിമതി, മണ്ഡലത്തിലെ വികസനം, സ്ഥാനാർത്ഥിയുടെ മികവ് എന്നിവ ആധാരമാക്കി പ്രചാരണം ശക്തമാക്കിയതോടെ തീപാറുന്ന പോരാട്ടത്തിനാണ് ഉദുമയിൽ അരങ്ങൊരുങ്ങുന്നത്. ഇരു മുന്നണികളും വികസന വിരുദ്ധരാണെന്നാണ് BJP പറയുന്നത്. കേന്ദ്രഭരണത്തിന്റെ മികവും വേഗവും നോക്കൂ എന്നവർ പറയുന്നു. തുടർച്ചയായി പ്രതിനിധാനം ചെയ്യുന്നതിനാൽ വികസനം മുരടിച്ചെന്നാണ് UDFന്റെ ആരോപണം. എന്നാൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി അതിനെ പ്രതിരോധിക്കുന്നു. കൂടാതെ ഇത്തവണയും ഉദുമയിൽ LDF വൻ വിജയം നേടുമെന്നും ഇടത് ക്യാമ്പുകൾ അവകാശപ്പെടുന്നു. ഉദുമ മണ്ഡലത്തിൽ 2 വട്ടം സൗഹൃദ സന്ദർശനം പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു പ്രചരണരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെയും പ്രമുഖ വ്യക്തികൾ, വീടുകൾ, സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സന്ദർശിച്ച് സൗഹൃദം പങ്കിട്ട് പരിചയം പുതുക്കിയുമാണ് CH കുഞ്ഞമ്പു വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ബുധനാഴ്ച മുതൽ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ പൊതുപര്യടനം തുടങ്ങും. ഏപ്രിൽ 2 വരെ ഇത് തുടരും. തിങ്കളാഴ്ച രാവിലെ പള്ളിക്കരയിലെ പൂച്ചക്കാട് നിന്നും തുടങ്ങിയ സൗഹൃദ സന്ദർശനം അവസാനിച്ചത് രാത്രിയാണ്. ചേറ്റുകുണ്ട് വയനാട്ടുകുലവൻ ഉത്സവം നടക്കുന്ന ചേറ്റുകുണ്ട് മീത്തേൽ തറവാട്, പാലക്കുന്ന് ടൗൺ, ഉദുമ, കൊപ്പൽ, നാലാംവാതുക്കൽ, പാലക്കുന്ന് ഗ്രീൻവുഡ് സ്കൂൾ, ദേളി സദിയ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ബേക്കലിൽ ഫുട്ബോൾ മത്സര ഉദ്ഘാടനത്തിനും എത്തി. ബേക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനികരുമായും സൗഹൃദം പങ്കിട്ടു. UDF പ്രവർത്തക സമ്മേളനങ്ങളിൽ പങ്കെടുത്ത പ്രവർത്തകരുമായി ചർച്ച ചെയ്തും ആവേശം നൽകിയും UDF സ്ഥാനാർത്ഥി K നീലകണ്ഠൻ മണ്ഡലത്തിൽ സജീവമാണ്. ചെമ്മനാട്, മുളിയാറ പഞ്ചായത്തുകളിലെ സമ്മേളനങ്ങളിലാണ് തിങ്കളാഴ്ച സ്ഥാനാർത്ഥി എത്തിയത്. സമ്മേളനത്തിനു ശേഷം ചെമ്മനാട്, മുളിയാർ പഞ്ചായത്തുകളിലെ വീടുകളിലും വിവിധ സ്ഥലങ്ങളിലും പ്രവർത്തകരോടൊപ്പം എത്തി K നീലകണ്ഠൻ വോട്ടഭ്യർത്ഥിച്ചു. ഉദുമ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി മനുലാൽ മേലത്ത് പ്രവർത്തകർക്കൊപ്പം കാൽനടയായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് ശേഷം ചെമ്മനാട് പഞ്ചായത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. ആദ്യ മത്സരത്തിലൂടെ തന്നെ ഉദുമയിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുമെന്നും ഇതിനായി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ തനിക്ക് ആവശ്യമാണെന്നും മനുലാൽ മേലത്ത് പറഞ്ഞു. എന്തായാലും LDF, UDF, BJP സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചരണവുമായി മുന്നേറുമ്പോൾ ഉദുമ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വന്തം പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ 4 വർഷത്തിനു ശേഷം ആദൂർ പോലീസ് പിടികൂടി. അടൂർ ഗ്രാമത്തിലെ പാണ്ടി വെള്ളരിക്കയ സ്വദേശി നരേന്ദ്രപ്രസാദിനെയാണ് ആദൂർ സബ് ഇൻസ്പെക്ടർ M സുജിലേഷും സംഘവും അറസ്റ്റ് ചെയ്തത്.
2022 ഏപ്രിൽ 5 പുലർച്ചെ 4 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാണ്ടി വെള്ളരിക്കയയിലെ വീട്ടിൽ വച്ച് 57 വയസ്സുകാരനായ ബാലകൃഷ്ണ നായിക്കിനെ മകൻ നരേന്ദ്രപ്രസാദ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ബാലകൃഷ്ണ നായിക്ക് മരണപ്പെട്ടതിനെ തുടർന്ന് ആദൂർ പോലീസ് ക്രൈം നമ്പർ 291/2022 IPC സെക്ഷൻ 302 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേസിലെ കുറ്റപത്രം 2022 ജൂലൈ 31 തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വർഷങ്ങളായി ഒളിവിലായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസം പാണ്ടി വെള്ളരിക്കയയിലെ തന്റെ താമസ സ്ഥലത്തിന് സമീപം എത്തിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പോലീസ് സംഘം വലയിലാക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കാസർഗോഡ് JFCM കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കബഡി ടൂർണമെന്റിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറടുക്ക ഗ്രാമത്തിലെ മുള്ളേരിയ മദീന ഹോട്ടലിന് മുൻവശത്ത് വെച്ച് കഴിഞ്ഞ ഏപ്രിൽ 3 രാത്രി 10:30-യോടെയാണ് സംഭവം നടന്നത്. കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കബഡി ടൂർണമെന്റിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഫെബ്രുവരി 28 നടന്ന കബഡി മത്സരത്തിനിടെയുണ്ടായ അടിപിടി തടയാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് പ്രതികളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത്. പരാതിക്കാരനെയും 2 സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തിയ സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. 1-ാം പ്രതി പരാതിക്കാരനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഒഴിഞ്ഞുമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. മറ്റു പ്രതികൾ ഇരുമ്പുവടികളും മരത്തടികളും ഉപയോഗിച്ച് യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം, അന്യായമായി സംഘം ചേരൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള മർദ്ദനം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ആദൂർ പോലീസ് ക്രൈം നമ്പർ 103/2026 കേസ് രജിസ്റ്റർ ചെയ്തത്. ആദൂർ സ്വദേശികളായ താജുദ്ദീൻ, അബ്ദുൾ സത്താർ, അബ്ബാസ് ഫൈസൽ, മുഹമ്മദ് സുറാഖത്ത്, മുഹമ്മദ് ആഷിഖ്, അബ്ദുൾ റഹിമാൻ, മുഹമ്മദ് ആഷിഫ് എന്നീ പ്രതികളെ സബ് ഇൻസ്പെക്ടർ ജോൺ MS-ന്റെ നേതൃത്വത്തിൽ മാർച്ച് 23 രാവിലെയാണ് പിടികൂടിയത്. കാസർഗോഡ് JFCM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ 6 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരത്ത് വൻ സ്പിരിറ്റ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 1200 ലിറ്റർ സ്പിരിറ്റുമായി 2 പേർ പിടിയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് നീലേശ്വരം പോലീസ് നടത്തിയ പരിശോധനയിൽ വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. ഞായറാഴ്ച പുലർച്ചെ 12:50 നീലേശ്വരം കോട്ടപ്പുറം ജംഗ്ഷന് സമീപം വച്ചാണ് 34 കന്നാസുകളിലായി കടത്തുകയായിരുന്ന 1200 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നോവ കാറിലുണ്ടായിരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ എടക്കഴിയൂർ സ്വദേശി അൻസിഫ് AH, മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്വദേശി ഗിരീഷ് AR എന്നിവരാണ് പിടിയിലായത്. KL 14Q6062 നമ്പർ ഇന്നോവ കാറിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. നീലേശ്വരം സബ് ഇൻസ്പെക്ടർ ജിഷ്ണു G, SI രാജേഷ്, SCPO ബിജു, ഡ്രൈവർ CPO സുമേഷ്, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സ്പിരിറ്റും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ കേരള അബ്കാരി നിയമത്തിലെ 55A, 55I, 58, 8, 2 എന്നീ വകുപ്പുകൾ പ്രകാരം നീലേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വായനയ്ക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച് അക്ഷരങ്ങളെ ചേർത്തുപിടിക്കുകയാണ് പടന്ന ഉദിനൂർ കോരംകുളത്തെ കാങ്കോക്കാരത്തി തമ്പായിയമ്മ. നോവൽ, ചെറുകഥ, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ സാഹിത്യത്തിന്റെ വ്യത്യസ്ത ശാഖകളിലുള്ള പുസ്തകങ്ങൾ ആവേശത്തോടെയാണ് 85-ാം വയസ്സിലും ഈ മുത്തശ്ശി വായിച്ചു തീർക്കുന്നത്. ചില ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ വായന തുടങ്ങും. പ്രായമേറെയായിട്ടും പുസ്തക വായനയ്ക്ക് കണ്ണട പോലും ഇവർക്ക് വേണ്ട. ടെലിവിഷൻ കാണുന്നതിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായന വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിയുടെ ഭാഗമായി തടിയൻകോവൽ പോട്ടച്ചാൽ EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിയൻ സുശീലയാണ് തമ്പായിയമ്മയ്ക്ക് പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നത്. 2-3 നാൾ ഇടവിട്ട് പുസ്തകത്തിനായി വിളിക്കുന്നതിനാൽ ലൈബ്രറിയൻ കൂടുതൽ വലിയ പുസ്തകങ്ങൾ അക്ഷരമുത്തശ്ശിക്ക് നൽകും.
എന്നാലും വായനയുടെ വേഗത എല്ലാറ്റിനെയും തോൽപ്പിക്കും. TD രാമകൃഷ്ണന്റെ മാമ ആഫ്രിക്ക എന്ന നോവലാണ് തമ്പായിയമ്മ ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകം. പരേതനായ കാസർഗോട്ട് അപ്പുക്കുട്ടന്റെ ഭാര്യയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രവാസി ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പ്രവാസി സമൂഹത്തിന് സംരക്ഷണം നൽകിയ ഇടതുപക്ഷ സർക്കാരിനെ വിജയിപ്പിക്കണമെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് തല കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പ്രവാസി സമൂഹത്തിന് സംരക്ഷണം നൽകിയ ഇടതുപക്ഷ സർക്കാരിനെ വിജയിപ്പിക്കണമെന്നും തുടർഭരണം സാധ്യമാക്കണമെന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് തല കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സമീപനം സ്വീകരിക്കപ്പെടണമെന്നുള്ള ആശയത്തെക്കുറിച്ച് വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെമ്പാടുമുള്ള 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ സമാനമായിട്ടുള്ള സംഗമങ്ങൾ വിളിച്ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രധാന നേതാക്കളെ വിളിച്ചേർത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ അതിൻ്റെ രാഷ്ട്രീയപരമായ തലങ്ങളെ കണ്ടുകൊണ്ട് പ്രവാസി സമൂഹം മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് മുഴുവൻ പള്ളിക്കര ബാങ്കാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2002 വരെയുള്ള കാലഘട്ടം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവാസി സമൂഹത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടമാണ് കടന്നുപോയതെങ്കിൽ ആ കാലഘട്ടത്തെ അതിജീവിക്കാൻ സാധിച്ചത് കേരളത്തിൽ 2002 ഒക്ടോബർ 19 കേരള പ്രവാസി സംഘം എന്ന പ്രസ്ഥാനത്തിന് ബീജാവാൻ നൽകപ്പെട്ടുകൊണ്ട് പ്രവാസി സമൂഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് എണ്ണമറ്റ സമര പോരാട്ടങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് കേരളത്തിൽ പ്രവാസി സമൂഹത്തിന് ആളും അർത്ഥവും നൽകി ഇന്ന് 1.5 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾക്ക് ജീവിതത്തിൽ നിലനിന്ന് ജീവിച്ചു പോകാനാവുന്ന നിലയിൽ 1.5 ലക്ഷത്തോളം വരുന്ന പ്രവാസി സമൂഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന മഹാപ്രസ്ഥാനമായി നമ്മുടെ സംഘടന വളർന്നു വന്നപ്പോൾ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് O നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ കാപ്പിൽ, കുടുംബവേദി ജില്ലാ സെക്രട്ടറി പ്രമീല, ഏരിയ സെക്രട്ടറി വാസു മൊട്ടഞ്ചിറ, VV കൃഷ്ണൻ, കുന്നൂച്ചി ബാലകൃഷ്ണൻ, KC കൃഷ്ണൻ, ഫയാസ് എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേവലം ആഴ്ചകൾ കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കി UDF അധികാരത്തിലെത്തുമെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ആഴ്ചകൾ കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കി UDF അധികാരത്തിൽ എത്തുമെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇടതുപക്ഷവും BJPയും തമ്മിൽ വലിയ അന്തർധാരയാണ് വന്നിരിക്കുന്നത്. കേവലം ചെറിയ പഞ്ചായത്തുകളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിക്ക് പ്രധാനപ്പെട്ട 19 സീറ്റ് നൽകിയത് ഇതിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ സർക്കാർ വലിയ വികസനം ഉണ്ടാക്കിയെന്ന് പറയുന്നത് പലതും UDF ഭരിക്കുമ്പോഴാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോയും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം ഇതിന് ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDF
ചടങ്ങിൽ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കൺവീനർ ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ രാജു കട്ടക്കയം, ജോസഫ് മുള്ളമുട്ട, അഡ്വക്കേറ്റ് NA ഖാലിദ്, P കമാരൻ, KM ചാക്കോ, ജഗദീഷ് പ്രസാദ്, മീനാക്ഷി ബാലകൃഷ്ണൻ, PV സുരേഷ്, PG ദേവ്, CK റഹ്മത്തുള്ള, ഹരീഷ് P നായർ, ജോർജ് പൈനാപ്പിള്ളി, സുമയ്യ, പ്രിൻസ് ജോസഫ്, ധന്യ സുരേഷ്, MP ജാഫർ, ജോർജ് ജോസ്, കാർത്തികേയൻ, M ഹസൈനാർ, A ഹമീദ് ഹാജി, CV ഭാവനൻ, മുബാറക് ഹസൈനാർ ഹാജി, C മുഹമ്മദ് കുഞ്ഞി തുടങ്ങി ഒട്ടേറെ നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നന്മയുടെയും വികസനത്തിന്റെയും രാഷ്ട്രീയമാണ് തന്റെ ലക്ഷ്യമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ കോർഡിനേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മയുടെയും വികസനത്തിന്റെയും രാഷ്ട്രീയമാണ് തന്റെ ലക്ഷ്യമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ കോർഡിനേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ 3 ശാഖകൾ ഈ മലബാറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മാസവും ഇവിടെ സാഹചര്യത്തോടൊപ്പം ഞാൻ സാധാരണ വരുന്നവർ വന്നു പോയിട്ടുണ്ട്. ഇതാണ് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് നമ്മൾ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാഞ്ഞങ്ങാട് വന്നിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ നാട്ടിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ആശയം, നിങ്ങൾ എല്ലാവരും ഈ കാസർഗോഡ് ജില്ലയുമായി മുസ്ലിമായ പ്രീതിയുമായി ബന്ധമുള്ളവരല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് മുന്നിൽ, സാധാരണ മനുഷ്യന്റെ മുന്നിൽ ഈ വടക്കൻ കേരളത്തിൽ നിന്നും ഉയർന്നു വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിന്നും കൊടുക്കുന്ന ഒരു സന്ദേശം, അത് പകയുടെയും കൊലയുടെയും വിദ്വേഷത്തിന്റെയും ഒരു സന്ദേശം ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ, പുതിയ ഒരു ചിന്താധാര ഉയർത്തുവാൻ, രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് നന്മയുടെ രാഷ്ട്രീയം എന്ന ആശയം ഈ നാട്ടിൽ ഉയർത്തുവാനായിട്ട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നിന്നും അത് ആരംഭിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും പശ്ചാത്തലങ്ങളായിരിക്കും എന്റെ ആദ്യത്തെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം മൂലം സംസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പ്രവണത ഒഴിവാക്കാൻ കാഞ്ഞങ്ങാടിനെ IT ഹബ്ബാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് തൊഴിൽ ലക്ഷ്യമിട്ട് ഫുഡ് പാർക്ക് സ്ഥാപിക്കുമെന്നും ടൂറിസം മേഖലയുടെ കുതിച്ചുചാട്ടത്തിനായി ടൂറിസം ഇടനാഴി ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് വ്യവസായ എസ്റ്റേറ്റിനു വേണ്ടി മുൻകൈയെടുക്കും. മണ്ഡലത്തിന് മന്ത്രിയുണ്ടായിട്ടും എങ്ങും വികസന മുരടിപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നതെന്നും ഇത് മാറ്റിയെടുക്കാൻ താൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും ഷൈജി പറഞ്ഞു. ഇനി മുതൽ മരണം വരെ താൻ കാഞ്ഞങ്ങാട്ടുകാരനായിരിക്കുമെന്നും കുടുംബസമേതം കാഞ്ഞങ്ങാട്ടേക്ക് താമസം മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബാബു കോട്ടപ്പാറ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി അപരന്മാർ. ധർമ്മത്തെടുക്ക സ്വദേശി PM മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശി KA മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി കരുത്തുകാട്ടാൻ SDPI സ്ഥാനാർത്ഥിയും KM അഷ്റഫാണ് മുസ്ലിം ലീഗിലെ AKM അഷ്റഫിന് വെല്ലുവിളിയുയർത്തി മത്സര രംഗത്തുള്ളത്. ഉദുമ മണ്ഡലം ഇത്തവണ വേദിയാകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്. ശക്തമായ പ്രചരണവുമായി LDF, UDF, BJP സ്ഥാനാർത്ഥികൾ. പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ്, ഒളിവിൽ പോയ പ്രതിയെ 4 വർഷത്തിനു ശേഷം ആദൂർ പോലീസ് പിടികൂടി. മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസ്, 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരത്ത് വൻ സ്പിരിറ്റ് വേട്ട. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 1200 ലിറ്റർ സ്പിരിറ്റുമായി 2 പേർ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.